എല്ലാരും ഡയറ്റ് ആയതുകൊണ്ടാ, ഡയറ്റ് എന്നാട്ട പേര്. എന്നാലും നമ്മളെല്ലാം കഴിക്കും. എഗ് പപ്സ് നമ്മൾ ഫ്ലോപ്പ് ആക്കി, അതുകൊണ്ട് ഇത്തവണ ചിക്കൻ പപ്സ് നമ്മൾ സെറ്റ് ആക്കും. ഞങ്ങള് പ്രൊഫഷണൽ ഭണ്ടാരിമാര് ഇങ്ങനെ നിക്കാം. എങ്ങനെ എന്തുണ്ടാക്കാനുള്ള അതിനനുസരിച്ചുള്ള ഇളക്കൽ ഇളക്കാനാണേ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും നോമ്പൊക്കെ ആയിട്ട് ക്ഷീണിച്ച് ഒക്കെ ഇരിക്കണം. നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലേ. ഇവിടെ അത്ര ചൂടില്ല, എന്നാലും കുഴപ്പമില്ല. നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പുറത്ത് പാർക്കിൽ എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറക്കാമെന്ന്. അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ കുക്കിംഗ് വ്ളോഗ്, എല്ലാവരും ഡെയിലി വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗും പിന്നെ ഒരു നോമ്പ് തുറ എല്ലാം കൂടെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതിൽ ചെറിയൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന്. കുറച്ച് മതി, ഇവിടെ അങ്ങനെ വല്ലാണ്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഡയറ്റ് ആയതുകൊണ്ടാ, ഡയറ്റ് എന്നാട്ട പേര്. എന്നാലും നമ്മളെല്ലാം കഴിക്കും. വല്ലാണ്ട് കുറേയൊന്നും ആർക്കും വേണ്ട. പിന്നെ നമ്മൾ ഇത്രയും ദിവസം നോമ്പിന് അങ്ങനെ വല്ലാണ്ട് കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ പുറത്ത് പോയി നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ രസം ഉണ്ടാവുക. അപ്പോൾ ഇതിലൊരു ചെറിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ എന്തേന്ന് വെച്ചു, പരിപ്പ് വട, പിന്നെന്താ എന്നും ബിരിയാണി, മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, നെയ്ച്ചോറ് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. പിന്നെ ചിക്കൻ ചിക്കൻ പപ്സ്. കഴിഞ്ഞ തവണ നല്ല ഫ്ലോപ്പായ സാധനം എഗ് പപ്സ് നമ്മൾ ഫ്ലോപ്പാക്കി, അതുകൊണ്ട് ഇത്തവണ ചിക്കൻ പപ്സ് നമ്മൾ സെറ്റാക്കും. അപ്പം റെസിപ്പി ഒന്നും ഞാൻ ഭയങ്കര കുക്കൊന്നുമല്ല, ഞങ്ങൾ ആരും വലിയ കുക്കൊന്നുമല്ല, അതുകൊണ്ട് റെസിപ്പി ആയിട്ടൊന്നും ഞാൻ പറയില്ല, എന്നാലും ഉണ്ടാക്കണ കാണിച്ചു തരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോമ്പായതുകൊണ്ട് ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും അറിയില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര ഡയറ്റ്, അതുകൊണ്ട് നമ്മൾ ലോ ഫാറ്റ് മിൽക്കൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് പരിപ്പുവടക്ക് ഗ്രീൻ പീസ് വെച്ചിട്ട് പരിപ്പുവട ഉണ്ടാക്കും. ചിലരുണ്ടാക്കുന്നുണ്ടാവും, ചിലരുണ്ടാക്കലുണ്ടാവില്ല. എന്നാൽ അത് വെച്ചിട്ട് പരിപ്പുവട ഉണ്ടാക്കും. അപ്പം റെസിപ്പി ആയിട്ട് കാണിക്കാനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സാധാരണ പരിപ്പ് അരച്ചിട്ട് പരിപ്പുവട ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഗ്രീൻ പീസ് അരച്ചിട്ട് പരിപ്പുവട ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പോൾ കുറച്ചുള്ളൂ, നമുക്ക് കുറച്ച് മതി, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ചിക്കൻ ഇതെന്ത് ചെയ്യാനാ, എയർ ഫ്രയറിലോ? എയർ ഫ്രൈയിൽ പൊരിക്കുക. നമ്മൾ എയർ ഫ്രൈയിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഹർഷമാണ് ചെയ്തത്. അപ്പോൾ ഓളടുത്ത് ചോദിക്കുക എന്തൊക്കെ. അപ്പോൾ ഇത് സെറ്റാക്കിയിട്ട് നമ്മളിത് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്തൊക്കെ ഈ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, അപ്പം കമൻറ്റ് ചെയ്തിട്ട് പറയും. ചിലർ മെസ്സേജ് ഇട്ടിട്ടൊക്കെ പറയലുണ്ട്, അത് അങ്ങനെയല്ല എങ്ങനെയാന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുമോ, കമൻറ്റ് ഇടുമോ, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പരിപ്പടേൻ്റെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ തന്നെ പൊരിക്കണില്ലേ. ഇപ്പോൾ ഏകദേശം ടൈം 2 മണി ആയിട്ടുള്ളൂ. 2 മണിയാ? 2 മണി ആയിട്ടുള്ളൂ. 3 മണിയാണ്. 3:07 ആയിട്ടുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ കിടന്നുറങ്ങാ, നിന്റെ മുഖം കണ്ട വിചാരിക്കും ഞാൻ കിടന്നുറങ്ങിയിരിക്കുന്നു. പേടിപ്പിക്കല്ലേ, പോലെ സുഖമുള്ള ഒരു ഭർത്താവ് ഈ പഞ്ചായത്തിൽ. ഞാനതൊന്ന് പറയട്ടെ. ഹലോ ഗൈസ്, ഞാൻ വീഡിയോയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖം കണ്ണൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഉറങ്ങിയായിരുന്നു എന്ന്. പക്ഷെ അതല്ല, ഞാൻ എൻ്റെ എല്ലാ ജോലികളും എൻ്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് കൈമാറിയിട്ടാണ് ഞാൻ അവിടുന്ന് പോയിട്ടുള്ളത്. ഒന്ന് ഉറങ്ങിയിട്ടില്ല, ഒന്ന് കണ്ണടച്ചു. ഇവിടെ എന്നോട് പറഞ്ഞ അജുക്ക നിങ്ങള് കിടന്നോളി, കുറച്ചു നേരം കിടന്നോളി, ഇതൊക്കെ ഞങ്ങള് ചെയ്തോളാ എന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ പോയി കിടന്നത്. അപ്പൊ ഇവരിവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും എന്റെ മുട്ട പപ്സ് അല്ലേ? അപ്പൊ ചിക്കൻ പപ്സ് ആണ്, എന്തായാലും പപ്സ് അല്ലേ? അപ്പൊ ലാസ്റ്റത്തെ ദിവസം പോലെ ഇന്നും കൊളാവും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്.
എന്തൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വലിയ പരിപാടി ആരെങ്കിലും നോമ്പറക്കാൻ വരുന്നുണ്ടോ? ഇല്ല, ഇന്ന് നമ്മൾ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക. തന്നെ ശരി. പ്ലാൻ മാറ്റണ്ട. പപ്സ്. ഇതെന്താ ഇതാണ് പപ്സ്? ഇത് ചിക്കൻ പോള. ചിക്കൻ പോള. ചിക്കൻ പോള. ചിക്കൻ റോള് വേണ്ട, ചിക്കൻ പപ്സ് മതി. ചിക്കൻ റോള്. ശരി, ഞാൻ വെച്ചിട്ട് പൊള്ളിക്കാ കൊടുത്തേ. അത് വരുന്നില്ലല്ലോ. വരുമൊക്കെ ചെയ്യും. എന്റെ അതേ സ്വഭാവം തോന്നണ. ഞാൻ ഇവിടെ എന്താണ് ഇറച്ചി പോളക്കുള്ള ദോശതാ ആക്കിയിട്ടുണ്ട്. കുറച്ച് നല്ല തിന്നാക്കണം. ഇത് അത്ര തിന്നൊന്നുമല്ല, എന്നാലും കുറച്ച്. പിന്നെ ഈ പാത്രത്തിൽ ഉണ്ടാക്കണോണ്ട് തന്നെ ഇതിൽ കുറച്ചുണ്ടാക്കുള്ളൂ. സൈലൻസ്. ഇതിലുണ്ടാക്കണോണ്ട് തന്നെ ഇത്ര ചെറുത് മതി. അതുകൊണ്ടാട്ടോ ഇത്ര ചെറുതായിട്ട് ഉണ്ടാക്കണത്. ഇത് ഞങ്ങളുടെ സ്വന്തം മണി പ്ലാന്റ് ആട്ടോ. 4. എത്ര ലെയർ വേണം അതിനനുസരിച്ചിട്ട് ദോശ വേണം. എക്സ്ട്രാ ഉണ്ടാക്കി വെക്കാം. ഇതെന്താ ചിക്കൻ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാട്ടോ. എന്താണ്? ഇവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളി അരിയുന്നുണ്ട്. ശരിക്കും ഇത് ഞാന് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്, പക്ഷെ എന്നോട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞേ? അത് അത്യാണ്ട് കൊടുത്താ വേണ്ട, അത് വേണ്ട. എന്താണ് ചിക്കൻ ബോളൊക്കെ ഉള്ള ഉള്ളി വാട്ടാൻ പോകും. ഉള്ളി സത്യത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ട്? എന്റെ ചിക്കൻ ബോള. നിങ്ങളതെന്താ പറയ്? സോസേജ് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്തോ പേരിട്ടില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താണോ അർഷുവിന്റെ അപ്പൊ പരിപ്പോടെ അർഷുവിന്റെ പരിപ്പോട. ഞങ്ങള് പ്രൊഫഷണൽ ഭണ്ടാരിമാര് ഇങ്ങനെ നിക്ക. എങ്ങനെ ഇത് എവിടെ ചട്ടി? അത് ഇങ്ങനെ കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ കായ് വരും. നമ്മ ഗൈസ് ഇവരെന്നെ ഒന്നും അറിയാത്ത ഒരാളാക്കി മാറ്റാണ്. ശരിക്കും ഞാനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതും എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കൊടുത്തോ ഞാനാണ്. നിങ്ങൾ ആദ്യം പറയും ഇതെന്തുണ്ടാക്കാനുള്ള എന്നൊക്കെ അതിനനുസരിച്ചുള്ള ഇളക്കലാണേ. ഇത് എന്തിനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ അതിനനുസരിച്ചുള്ള ഇളക്കലാക്കാനാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഇളക്കി കൊടുക്കുന്ന ബിരിയാണിക്കുള്ളതാണ്. ഇനി ഉള്ളിയോടൊക്കെ ഉള്ള വേറെ ഉണ്ട്. അതെങ്ങനെയാ? അത് ശരിക്കും പൊട്ടനാണല്ലേ. ഞാൻ പറഞ്ഞല്ലോ വസയ്യന്റെ കൂടെ ഉള്ളപ്പോ എന്റെ ബുദ്ധി പ്രവർത്തിക്കൂല. ആരെങ്കിലും ഒരാളത് മതിയല്ലോ. ഓഹോ, ബട്ടർ സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് ബട്ടർ ആണെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ സോൾട്ടഡ് എടുത്തിട്ടില്ലേ. എന്താടേ ഇതൊന്ന് വിട്ടിട്ടാൻ വേണ്ടിട്ടാട്ടോ. വിട്ടിട്ടിട്ടില്ലെങ്കിൽ 3 ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും 3 അതുകൊണ്ടാണ് ഞാൻ മുട്ട പപ്സിന്റെ ഫ്ലോപ്പിന് ശേഷം എടുത്തതായിട്ട് ഐറ്റമില് കൈ വെക്കുകയാണ്. നമുക്ക് നോക്കാം എത്രത്തോളം. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഈ തവണ എന്താവും എനിക്ക് അറിയില്ല. ഇത് മുട്ടയും പാലും കൂടിയിട്ടുള്ള മിക്സ് ആക്കിയിട്ടില്ല കേട്ടോ. അടുത്ത പ്രാവശ്യേ നിങ്ങൾ ഇതില് മുക്കിയിട്ട് കുക്കറിന്റെ സൗണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് സൗണ്ട് ഇല്ലാത്ത കുക്കർ വാങ്ങാം കേട്ടോ. ഓർഡർ കൊടുക്കാന്ന് മടങ്ങി സാരല്ല. ഫ്രിഡ്ജിക്ക് പോയി. അതൊക്കെ എവിടേക്ക് വെച്ചത്? ഇത് ദോശ കുറച്ച് വലുതും പാത്രം ചെറുതുമാണ്. അപ്പൊ അതിന്റെ
ഇതിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ച ചിക്കൻ നമ്മൾ കുനുകുനല്ല നമുക്ക് വേണേൽ മിക്സിയിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ അത് കൈ വെച്ചിട്ടാണ് കേട്ടോ ആക്കിയത്. മിക്സിയിൽ ഇട്ടാൽ നല്ലപോലെ ഉണ്ട് പൊടിഞ്ഞു. എന്താണ് പേര്? ചിക്കൻ കായ്പോള, ചിക്കൻ പോള, ചിക്കൻ പോള, ചട്ടിപ്പത്തിരി അവരൊക്കെ പറയും. നമുക്ക് രണ്ടാമത്തെ ലെയർ. അപ്പൊ എല്ലതും ഒറ്റ ഒന്നില് വെക്ക? എല്ലാ ലെയറും ഒറ്റ ഒന്നില് വെക്ക? ഇല്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇത് കഴിക്കണേ? എനിക്ക് സംഭവം എന്താന്നുള്ള ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ, എന്താ ഉണ്ടാക്കണെന്നുള്ള. ഇവിടെ ഇതെന്താ ഐറ്റം? ചിക്കൻ പബ്സിലേക്കുള്ള ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തിനാ പേരറിയില്ല. ഇത് എന്തിനോ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു ഇതാണ് എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് മോഡേൺ ഫാമിലി 2K യുവതലമുറ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനൊരു പേരിടുന്നതാണ്. ഗൈസ് അങ്ങനെ ഫസി എല്ലാ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയൊന്നൊക്കെ എന്ത് ചെയ്യാം? ബാക്കിയൊന്ന് മുട്ട മേലൊക്കെ ഇങ്ങനെ ശരിക്കും അങ്ങനെ വിൽക്കുവോ? ആ ഇതിന്റെ സൈഡ് ഇങ്ങനെ. ഇവിടെ നമ്മള് പെപ്സിനുള്ള ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളെല്ലാരും ടെൻഷനിലാണ് എന്താവും എന്നുള്ളത്. ഇവിടെ ഒരാള് ദിക്കറൊക്കെ ചൊല്ലുന്നുണ്ട് ശരിയാവണേ. ശരിയാവായിരിക്കും, കാരണം ഇത്തവണ ഉണ്ടാക്കുന്നത് ഫസിയല്ല. സോ നമുക്ക് നോക്കി നോക്കാം. നമ്മള് ബിസ്മില്ലാ പപ്സിന്റെ ആദ്യ മുട്ട പപ്സിന്റെ അല്ല ഇത് ചിക്കൻ പപ്സ് അല്ലേ? ചിക്കൻ പപ്സിന്റെ ആദ്യ തറക്കല് ട്രയാങ്കിളൊക്കെ സമൂസ അതില് ചിക്കൻ പപ്സ് ഇങ്ങനല്ലേ? ശരിയല്ലോ. ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർ ഫ്രയറിലാണ് വെക്കുന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ എയർ ഫ്രയർ ഉണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ച് നോക്കട്ടോ. ഏകദേശം ഒരു 20 മിനിറ്റോളം എയർ ഫ്രയറിൽ വെക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളെ 4 എന്നുള്ള രീതിയിൽ കുറച്ച് വലുതായാലും കുഴപ്പമില്ല. ഈ അങ്ങോട്ട് ഉള്ളി കഷ്ണം 5-6 കഷ്ണാക്കിയിട്ടാണ് ഇട്ടിട്ട് നമ്മളെ ഫ്രയർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ചിക്കൻ പപ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് അങ്ങനെ ഫസിന്റെ ഇറച്ചിപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഫസ് ഭയങ്കര സന്തോഷത്തിലാണ്. നല്ല സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വിജയിക്കുന്നത്. ഇത് ഞങ്ങള് ചപ്പാത്തിക്ക് കഴിക്കാനും വേണ്ടിട്ട് സോസേജും. ഇത് ചപ്പാത്തിക്കല്ല. അപ്പൊ ഇത് പിന്നെ ഇവിടെ ഒരാള് സ്പെഷ്യൽ ഉണ്ടാക്കിയാണ്. ഇതിന്റെ പേരെന്തെന്നുള്ള ആൾക്കും ഇത് എന്താന്നുള്ളത് ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോ ഇതിൽ ചൂടുവെള്ളം വെച്ചിട്ട് കറിയാക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. വിദഗ്ധര അഭിപ്രായം നമ്മൾ തേടണം ഇത് എന്താവും എന്നുള്ളത്. ഇതിന് പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ അവളെ ഫസ്റ്റ് പരീക്ഷണം ആദ്യമായിട്ടാണ് അവളെ കൈകൊണ്ടൊരു സാധനം ഉണ്ടായിട്ട് വിജയിക്കുന്നത്. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ളത് ഫസി? നമ്മക്കല്ല ഞങ്ങൾക്ക്. നിങ്ങൾ വെറുതെ ഇരിക്കല്ലേ? വെറുതെ ഇരിക്കുന്നവർക്കൊന്നുമില്ല. ഇനി ചപ്പാത്തി ഉണ്ട്, പിന്നെ പരിപ്പോട ഉണ്ടാക്കാനുണ്ട് അല്ലേ? പരിപ്പോട ഉണ്ടാക്കാനുണ്ട്. ഓക്കെ ഓക്കെ യെസ്. കുറെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളെ ബാൽക്കണി എന്നുള്ള വ്യൂ. ഇതാണ് നമ്മളെ ബാൽക്കണി വ്യൂ. ഇതാണ് നമ്മളെ ബാൽക്കണി എന്നുള്ള
ഇത് വരുന്നത് സോറി അവിടെയാണ് മജാസ് പാർക്ക്. പിന്നെ ഇവിടെയാണ് സിറ്റി സെൻറ്റർ വരുന്നത്. അത് ദുബായ് റോഡ്, ഇത് അജ്മാൻ റോഡ്. ശരിക്കും ഇവിടെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫിൻ്റെ വ്യൂ കാണിച്ചു തരായിരുന്നു. കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. യാസ് കണ്ട ബുർജ് ഖലീഫിൻ്റെ മേള് ഭാഗം ഇവിടെ നിന്ന് നോക്കി, ഞങ്ങളെ റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബുർജ് ഖലീഫിൻ്റെ മോള് ഭാഗം കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു കൂർത്ത മോന. ഓക്കെ, അപ്പോൾ അത് കിടക്കുന്നത് ഏകദേശം 50-60 കിലോമീറ്റർ അപ്പുറമാണ് ബുർജ് ഖലീഫ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചാൽ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വണ്ടികൾ പോണ നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോട്ടെ. ഗൈസ്, ഞങ്ങളൊരു വെറൈറ്റി പരിപ്പുവട ഉണ്ടാക്കുന്നുണ്ടോ, പച്ച കളറ്. എല്ലാ പരിപ്പുവടയും ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ അപ്പൊ ഈയാണ് ഏറ്റവും വലിയ മണ്ടൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടിനും ഐഡിയ ഇല്ല. പരിപ്പടൊക്കെ നമ്മളെത്രയാണ് എന്റെ അളാപ്പാക്ക് ഇതിന്റെ പരിപാടിയാ, പരിപ്പടി പൊയ്ക്കടി ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ചിക്കൻ പെപ്സ് വളരെ വിജയകരമായിട്ട് കണ്ട എങ്ങനെ ഉണ്ടാക്കുക, വളരെ വിജയകരമായിട്ട് പൂർത്തിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയ മുട്ട പപ്സ് ചിന്നി ചെയ്താറി ഓവൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അടുത്ത 2 വെക്കൂ, വെക്കൂ. നിങ്ങൾ പരസ്പരം പറഞ്ഞിക്കത് ആരെങ്കിലും ഒരാൾ വെക്കൂ. വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇരുന്ന് എപ്പോഴും നമ്മൾ വീഡിയോയിൽ ഇരുന്ന് ചെയ്യുന്ന സോഫ ആയിട്ട് നമ്മളെ സോഫയാണിത്. നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യല്. കാരണം അവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യല്. ചിക്കൻ പൊരിച്ചിട്ടില്ല. അപ്പോ ഇവിടൊക്കെ ആകെ അലങ്കോലായി എടുക്കുകയാണ്. റൂമൊക്കെ ആകെ അലങ്കോലായി എടുക്കുന്നുണ്ട്. ഫസി പണിയെടുത്ത് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. കുറേ പേര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മറ്റേ ഹോം ടൂർ ചെയ്യുമെന്നൊക്കെ. ഈ കുക്കറിന് ഞാൻ ഒന്നും പറയാൻ സമ്മതിക്കില്ലടോ. എന്തേലും പറയാൻ തുടങ്ങിയാൽ കാണാൻ കുക്കർ അടിക്കണേ. ഈ കുക്കറിനടി ഒന്ന് കഴിഞ്ഞോട്ടോ എന്ന് പറഞ്ഞുതരാം. ചപ്പാത്തി പരത്താണ്. ഷർട്ട് മാറ്റല്ലേ, ഇയാളൊന്നും ഉണ്ടാക്കാൻ പറയുമോ? ഓക്കെ. കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാനും വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. നോമ്പും കാര്യങ്ങളും സാധനങ്ങൾ ഉണ്ടാക്കലൊക്കെ ആയിട്ട് മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡി ആക്കിയിട്ട് ഹോം ടൂർ ചെയ്യാം. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നുള്ളതാണ്. ഫസിക്ക് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ട് തന്നെ ഫസി ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പറഞ്ഞുതരും. രാവിലെ അത്താഴത്തിന് നീക്കുക, ഫുഡ് കഴിക്കുക, സുബൈസ് കഴിക്കുക, കിടന്നുറങ്ങുക. പിന്നെ 11 ഇതൊന്നും ഇങ്ങനെ പിടിച്ചിക്കണേ. പിന്നെ ഒരു 11 മണിക്ക് നീക്കുക, തിരുമ്പാനുള്ള മിഷീനിലിടുക, പിന്നെ കിടന്നുറങ്ങുക. പിന്നെ ഉച്ചക്ക് പിന്നെ ഒരു 1 മണി 1:30 നീക്കുക, കുളിക്കുക, നിസ്കരിക്കുക, വീണ്ടും കിടന്നുറങ്ങുക, പിന്നെ നീക്കുക, ഒരു 4:30 മണിക്ക് നീക്കുക, എന്നിട്ട് അസറ് നിസ്കരിക്കുക. അപ്പം നമ്മളെ റൂമിൽ ഓള് വരും, ഓള് കിടക്കുണ്ടാവും. അപ്പൊ ഓളൊപ്പം ഞാനും കിടക്കും. എന്നിട്ട് പിന്നെ ഉറങ്ങുക. പിന്നെ ഒരു 5 മണി 5:30 ആവുമ്പോ ഞാൻ വരും. അപ്പൊ ഞാൻ അവിടെ പോയി, ഞാൻ അപ്പുറത്ത് പോയി കിടക്കും. അപ്പൊ എന്റെ കൂടെയും കിടന്നിട്ട് അപ്പോഴും ഉറങ്ങ. മൊത്തത്തിൽ അങ്ങനെ ഉറക്കം മാത്രമേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോമ്പ് തുറക്ക്, ഞങ്ങളിന്ന് പാർക്കിൽ പോയി നോമ്പ് തുറക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നോമ്പ് തുറൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. റൂമൊക്കെ ആകെ അലങ്കോലാക്കി എടുക്കണം കേട്ടോ. അവിടെ ഞങ്ങൾ റൂം ആകെ അലങ്കോലാക്കി എടുക്കുകയാണ്. അതൊക്കെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. നേരത്തെ ബാൽക്കണി എന്നുള്ള വ്യൂ കാണിച്ചെന്ന്, ഇത് ഞങ്ങൾ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. പൊടി കാറ്റടിച്ചിട്ട് ഫുള്ള് പൊടിയാണ് ഗ്ലാസ്സിന്മേൽ.
ഓക്കെ. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി. നമ്മൾ നല്ല ട്രാഫിക് ഉണ്ട്, റംസാൻ ടൈമാണ്, നല്ല ട്രാഫിക് ഉണ്ട് റോഡൊക്കെ. നമ്മൾ കുറച്ച് 5 കിലോമീറ്റർ അപ്പുറം പോകണം പാർക്കിലേക്ക്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് തന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ചു, പായൊക്കെ വിരിച്ചു, ഇഫ്താറിനുള്ളത് സെറ്റ് ചെയ്തു. നോമ്പ് തുറക്കെ കഴിഞ്ഞു, ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇതാ ഇവിടെ ബ്ലാങ്കറ്റ് വിരിച്ച് കിടക്കുന്നുണ്ട്, അട്ടത്ത് നോക്കിയിട്ട്. നൈറ്റ് വ്യൂ. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നോമ്പ് തുറ വിശേഷങ്ങളും കുക്കിംഗ് വിശേഷങ്ങളും. അപ്പോൾ ഇത്രയൊക്കെ. ഇനി നല്ലൊരു വ്ളോഗായിട്ട് വരാം ഇൻഷാ അള്ളാ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയ്ക്ക്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.